നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ കാണാതായി എന്ന് പരാതി. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് കാഞ്ഞിരത്തിന് കീഴിലെ UDF സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിലെ TP അർവയാണ് കാണാതായത്. പത്രികാ സമർപ്പണം മുതൽ വീട് കയറിയും മറ്റ് സജീവമായിരുന്ന സ്ഥാനാർത്ഥിയാണ് 3 ദിവസമായി മറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കോളുകൾ സ്വീകരിക്കുന്നില്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. തങ്ങളുടെ സ്ഥാനാർത്ഥിയെ CPM തട്ടിക്കൊണ്ടുപോയതാണെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ആരോപിച്ചു. അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഒളിച്ചോടി എന്ന തരത്തിലുള്ള കഥകളും പ്രചരിക്കുന്നു. ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് ലീഗ് നേതൃത്വം പറഞ്ഞു. പത്രികാ സമർപ്പണം മുതൽ വീട് കയറിയും മറ്റും സജീവമായിരുന്ന സ്ഥാനാർത്ഥിയെ ഇക്കഴിഞ്ഞ 6-ാം തീയതി മുതലാണ് കാണാതായത്. ശക്തമായ പോരാട്ടം നടക്കുന്ന വാർഡാണിത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുതൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ CPM പല കുതന്ത്രങ്ങളും പയറ്റിയിട്ടുണ്ടെന്നും ഇപ്പോൾ 9-ാം വാർഡ് സ്ഥാനാർത്ഥി അവർ ഹൈജാക്ക് ചെയ്തതാണെന്നും മുസ്ലിം ലീഗ് ചൊക്ലി പഞ്ചായത്ത് സെക്രട്ടറി PK റഫീഖ് പറഞ്ഞു. മകളെ CPM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി തടങ്കലിലാക്കിയെന്ന് കാണിച്ച് മാതാവ് ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. CPM പ്രവർത്തകർ തടങ്കലിലാക്കിയെന്ന് സംശയിക്കുന്നതായിട്ടാണ് മാതാവിന്റെ പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. വീട്ടിൽ നിന്നിറങ്ങിയ അറവയെ നിരന്തരം ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടും കിട്ടിയില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് CPM പ്രവർത്തകരുടെ തടങ്കലിലാണെന്ന് സംശയിക്കുന്നതെന്നാണ് മാതാവിന്റെ പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി അറവയെ കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ചൊക്ലി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ഇടതുമുന്നണിക്ക് പങ്കില്ലെന്നും സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് വിവാദം ഉയർത്തുന്നത് ശരിയല്ലെന്നും CPM ലോക്കൽ സെക്രട്ടറി T ജയേഷ് പ്രതികരിച്ചു. സ്ഥാനാർത്ഥി പാർട്ടി ഒളിപ്പിച്ചെന്നാണ് കരുതുന്നതെങ്കിൽ അത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. പരാതി ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് ചൊക്ലി പോലീസ് അറിയിച്ചു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ സ്ഥാനാർത്ഥിയെ സുഹൃത്തിന്റെ വീട്ടിൽ കണ്ടിരുന്നതായും റിപ്പോർട്ടുണ്ട്.